സാറ്റർഡേ രാവിലെ പാരൻസ് മീറ്റിങ്ങിന് സാറ്റർഡേ രാവിലെ പാരൻസ് മീറ്റിംഗ് ആയിരുന്നു. ഇപ്പോൾ എക്സാം തീർന്നിട്ടുണ്ടായിരുന്നു. വെനസ്ഡേ ആണ് പഠിച്ചു സ്കൂള് ജെമിറ്റ നാഷണൽ സ്കൂളിലായിരുന്നു പള്ളിക്കൽ മൊറയിൽ പഠിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ വെനസ്ഡേ ഇപ്പം ഈ സെമസ്റ്റർ എക്സാമിന് മുന്നേ ആയിട്ടുള്ള ഈ 2 മാസം കൂടുമ്പോൾ ഉണ്ടാകുന്ന ഈ പ്രോഗ്രഷൻ ടെസ്റ്റ് ഫസ്റ്റ് പ്രോഗ്രഷൻ ടെസ്റ്റ് നടന്നുകൊണ്ടൊക്കെയായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള അതിൻ്റെ പാരൻസ് മീറ്റിംഗ് ആയിരുന്നു സാറ്റർഡേ. അപ്പം സാറ്റർഡേ രാവിലെ ഉമ്മ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഇവരൊരു 10:30 ആണ് ഇവർ രണ്ടാളും ഒരുമിച്ച് ഇറങ്ങുന്നത്. അന്നേരം ഇവർ റെയ്ഹാനോട് നോർമലി ജഫാകഷ് മോൻ്റെ പേര് ഓനോട് ചോദിച്ചു അവൻ വരുന്നുണ്ടോന്ന്. അവൻ വരുന്നില്ല പറഞ്ഞു. തലേന്നേ ചോദിച്ചു വരുന്നുണ്ടോ, അവൻ വരുന്നില്ല പറഞ്ഞു. അപ്പോൾ അത് പിന്നെ ഇവനിവിടെ ഒറ്റക്ക് നിൽക്കുന്നതാണ്. അങ്ങനെ ഒറ്റക്ക് നിൽക്കാത്ത കുട്ടിയൊന്നും അല്ല. കാരണം രണ്ടാളും വർക്ക് ചെയ്യുന്ന, ഞാനും വർക്ക് ചെയ്യുന്ന, ഹസ്ബൻഡും വർക്ക് ചെയ്യുന്ന. അപ്പോൾ ഇവർ പോയി. ഇപ്പോൾ 2 മണിക്ക് സ്കൂളിലെത്താൻ എനിക്ക് തോന്നുന്നു ഏകദേശം ഇവർ 2 മണിയായിന്. അപ്പം ആ സമയം ഉമ്മ സ്കൂളിൽ നിന്ന് ഇവനിക്ക് ട്യൂഷൻ ഉണ്ടായിരുന്നു 2 മണിക്ക്. അപ്പോൾ 2 മണിക്ക് ഇവൻ്റെ ട്യൂട്ടർ വിളിച്ചപ്പോൾ ഇവനെ ഫോണിൽ കിട്ടുന്നില്ല. ഫോണിൽ വലുതായിട്ട് മെസ്സേജ് ഒന്നും ഡെലിവർ ആവുന്നില്ല. അപ്പോൾ അതേസമയം ഉമ്മയും മീറ്റിങ്ങെല്ലാം കഴിഞ്ഞിട്ട് വിളിച്ചപ്പോഴും ഇവനെ ഫോണിൽ കിട്ടുന്നില്ല. അങ്ങനെയാണ് അങ്ങനെയൊന്നും. പക്ഷെ ഇവൻ നോർമലി ഒരു 2-3 മണിയെല്ലാം ആവും സാറ്റർഡേ സൺഡേസ് എണീക്കാൻ. കാരണം ഇവന് ഇവിടുന്ന് വെള്ളിക്കീഴിലേക്ക് ഏകദേശം 1.5 മണിക്കൂറുണ്ട്. സ്കൂൾ ഡേയ്സിൽ 7 o'clock വണ്ടി വരും. അപ്പം ഇവൻ 6 AM തന്നെ എണീച്ച് പോകുന്നതുകൊണ്ട് സാറ്റർഡേ സൺഡേസ് നോർമലി ഇവൻ 2, 3, 4 എണീക്കുക. അപ്പോൾ ഇവരാരും അത് ഇതാക്കിയിട്ടില്ല. എനിക്ക് ഇഷ്ടമല്ല പിന്നെ ഉറങ്ങുന്ന സമയം ഞാൻ വിളിക്കുന്നത്. സോ ആ ട്യൂഷൻ ടീച്ചറിനോട് അങ്ങനെ പറഞ്ഞു ഇതാക്കി. അപ്പോൾ ഇപ്പം നോർമലി വരുന്നൊരു സമയം ഇപ്പോൾ അറൗണ്ട് 4:30 ആണ് ഈ ഡോറ് തുറക്കുന്നത്, ഈ ഫ്രണ്ട് ഡോറ്. ആൻഡ് അപ്പോഴാണ് ഹാങ്ങിങ് കാണുന്നത്. ഇപ്പം കാണുന്ന തോന്നിയുടെ ഹാങ് ചെയ്തിട്ടുള്ളതാ. അങ്ങനെ ഒരു ഞാൻ ഇവിടെ ഉണ്ടായിരുന്നില്ല. ഉമ്മയും കണ്ണൂരായിരുന്നു. ഉപ്പ ഒറ്റക്കാണ് വരുന്നത്. നോർമലി ഉപ്പ ആ സമയം വന്നിട്ട് ഇവർ രണ്ടാളും ഒരുമിച്ച് കണ്ണൂരേക്ക് ഉമ്മാൻ്റെ അടുത്തേക്ക് പോവുകയാ ചെയ്യുക. അപ്പോൾ ഒരു റീസൺ ചോദിച്ചാൽ ഇവൻ ഫ്രൈഡേ നൈറ്റ് അടക്കം എന്നോട് സംസാരിച്ചിട്ടുള്ളതാണ്. ഞാൻ ഹൈദരാബാദായിരുന്നു. ഞാൻ ഐക്യയിലുണ്ടായ സമയം ഇവൻ ഐക്യയിൽ നിന്ന സാധനങ്ങളൊക്കെ വാങ്ങിക്കണം എന്നൊക്കെ പറഞ്ഞതാ. ഫ്രൈഡേയും തേഴ്സ്ഡേ ആയിട്ടും ഉമ്മാൻ്റെ ബ്രദേഴ്സായിട്ടാണ് ഇവൻ ഫുൾ കമ്പനി ഉള്ളത്. അവരോടൊക്കെ ഇവന് സ്പൈഡർമാൻ ഇറങ്ങിയിട്ട് അവർക്കൊക്കെ സ്റ്റാറ്റസ് ഇട്ടിന്, അവർക്കൊക്കെ അയച്ചു കൊടുത്തിന്, അവർക്കൊക്കെ അതിനോടൊക്കെ അവർ സംസാരിച്ചിട്ടുണ്ട് അതിനെക്കുറിച്ചൊക്കെ. പക്ഷെ ഇവന് മാത്സിൽ ഫെയിലായിരുന്നു. ഈ ടെസ്റ്റിൽ മാത്സ് നമുക്ക് ആകെ ചിന്തിക്കാനുണ്ടായിരുന്ന സാധനം മാത്സിലോന് പൊട്ടിയെന്നുള്ളതായിരുന്നു. ഒരു ആവറേജ് സ്റ്റുഡൻ്റ്. പക്ഷെ നമ്മൾ ഒരു രീതിയിലും ഉപ്പാക്കുമ്മക്കും അതൊരു സീൻ അല്ലായിരുന്നു. ഇൻ ദ സെൻസ് നമ്മൾ ഈ പാരൻസ് മീറ്റിങ്ങിന് മുന്നേ മാർക്സ് അറിഞ്ഞു ഇവൻ മാത്സിൽ ഫെയിൽഡ് ആയിരുന്നു. പിന്നെ ഇവൻക്ക് ടെൻഷൻ ആവണ്ട എന്ന രീതിയിലാണ് നമ്മളാരും അത് പറയാണ്ടിരുന്നത്. അപ്പോൾ പിന്നെ ഇന്നലെയും ഇതെല്ലാം ആയിട്ടാണ് സാറ്റർഡേ അതായത് ഇവൻ മരിച്ച ദിവസം ഇവൻ്റെ കുറച്ച് സീനിയേഴ്സ് പുറത്ത് നിന്നിട്ടുണ്ടായിട്ട് ഇവൻ്റെ പ്രിൻസിപ്പൾ പ്രൊഫസർ ഇവൻ മരിച്ച ദിവസം സൺഡേ ഇവൻ മരിച്ച ദിവസം ബോഡി എടുക്കുന്ന ദിവസം ഇവൻ്റെ ഇവൻ്റെ സീനിയേഴ്സ് അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ലൈക്ക് ഇവൻ്റെ പ്രിൻസിപ്പൾ വന്നാൽ സംസാരിക്കണം എന്നുള്ള രീതിയിൽ. അപ്പോഴാണ് അങ്ങനെ ഒരു ടോക്ക് ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു. പക്ഷെ അന്നേരം നമ്മളൊന്നും അതിനെക്കുറിച്ച് ചോദിക്കാനോ പിടിക്കാനോ ഒന്നും നിന്നിട്ടില്ല. അപ്പം ഇന്നലെ തൊട്ടാണ് ഇങ്ങനെ കുറേ ഹിൻസ് കിട്ടാൻ തുടങ്ങിയത്. ഇവൻ്റെ ഫ്രണ്ട്സും സീനിയേഴ്സും കുറേ മെസ്സേജസും ഇതാക്കി. ഇവൻക്ക് ഫ്രൈഡേ ഉദയ മാം അതായത് ഇവൻ്റെ പ്രിൻസിപ്പൾ ഇവനെ വല്ലാണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഷൗട്ട് എല്ലാവരും അതായത് ട്യൂസ്ഡേ ഇന്നലെ റീടെസ്റ്റ് ആയിരുന്നു. അപ്പോൾ റീടെസ്റ്റ് എന്തുകൊണ്ടാണ് വന്നതിനുള്ള റീസൺ പറ. റീടെസ്റ്റ് എന്ന് വെച്ചാൽ ഫസ്റ്റ് ഓഫ് ഓൾ ഇവർക്ക് ഇപ്പൊ മാത്സിന് അവിടെ പ്രൊഫസർ ഇല്ല. IGCSE കാംബ്രിഡ്ജ് ആയിട്ട് ആകെ ക്ലാസ്സിൽ 10 കുട്ടികളാണ് ഉള്ളത്. ഞാൻ ജെമ്മി പഠിച്ചൊരു കുട്ടിയാണ്. ഞാൻ ജെമ്മിന് ഫ്ലൈയിങ് കളേഴ്സിൽ പാസ്സായ ഒരു കുട്ടിയാണ്. അതുകൊണ്ട് ഓനും എൻ്റെ അതേപോലെയാണ് ഓനക്കും അവിടെ പഠിക്കണം എന്ന് പറഞ്ഞിട്ട് ഓൻ പഠിച്ചത്.
അപ്പൊ ഇവര് റീടെസ്റ്റ് വെച്ച് എല്ലാവരും മാർക്സ് കുറവിന് പോലും ബേസിക്കലി മാത്സ് ടീച്ചർ ഉണ്ടായിരുന്നില്ല. അപ്പൊ പ്രിൻസിപ്പള് ഇടയ്ക്കിടയ്ക്ക് ഫ്രീ ടൈം കിട്ടുമ്പോൾ മാത്രം വന്ന് എടുത്ത് കൊടുക്കലാന്ന് എന്നോട് റേഹാൻ തന്നെ എക്സാമിന്റെ തലേന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവരങ്ങനെ ചെയ്യലുള്ളൂ. അപ്പൊ എനിക്ക് തന്നെ മനസ്സിലായി ഇവനക്ക് ഒരു ഐഡിയ ഇല്ല എന്താ അവിടെ നടക്കുന്നതെന്നുള്ള കാര്യത്തില്. എന്നിട്ട് അപ്പോൾ ഇവന്റെ മാർക്സ് കുറഞ്ഞേരം ഇവനോട് ഫ്രൈഡേ ക്ലാസ്സിന്റെ എല്ലാവരും മുന്നിൽ വെച്ച് പറഞ്ഞല്ലോ, നിന്റെ ഉമ്മാനോട് ഞാൻ മാർക്സ് പറഞ്ഞേന്. അപ്പൊ ഉമ്മ പറഞ്ഞു നീ അടുത്തതിൽ പിടിക്കും, റീടെസ്റ്റിലൊക്കെ ഓക്കെ ആവും. അപ്പം മാം ചോദിച്ചല്ലോ നീ എന്ത് മിറാക്കിളാണ് ചെയ്യാൻ പോകുന്നത്, എന്നെ കൊണ്ട് പറ്റില്ല, ഇനി എനിക്ക് നിന്റെ കാര്യത്തിൽ ഇടപെടാനില്ല, അങ്ങനെയൊക്കെ രീതിയിൽ എല്ലാവരും കൊറേ കുട്ടികൾ അതിന്റെ അടുത്ത് ഇപ്പൊ സ്ക്രീൻഷോട്ട്സ് ഉണ്ട്. എല്ലാരും അതാ പറയുന്നത്. ഇവൻക്ക് പബ്ലിക്ലി ഇവനെ ഇൻസൾട്ട് ചെയ്യുന്നത് ഒട്ടും ഇഷ്ടമല്ല. ഇവൻക്ക് കുറച്ച് പബ്ലിക് ഇപ്പൊ നമ്മളാണെങ്കിൽ പോലും ഇവനെ കലമ്പുന്നത് വഴക്ക് പറയുന്നതൊന്നും ഇവൻക്ക് ഒട്ടും ഇഷ്ടമല്ല. ലൈക്ക് ആൾക്കാരെ മുന്നിൽ വെച്ച്. ഇപ്പൊ 9th ഇങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടായിട്ട് ഇവൻ ഉമ്മാനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉദയ മാമിനോട് പോയി പറയണം പബ്ലിക്ലി ആൾക്കാരെ മുന്നിൽ വെച്ചിട്ട് ഹരാസ് ചെയ്യരുത് എന്നുള്ളത്. എനിക്ക് ഉമ്മ എങ്ങനത്തെ ഒരാളാന്ന് വെച്ചാൽ ഇവൻ എന്ത് ചെറിയൊരു കംപ്ലൈന്റ് പറഞ്ഞാൽ പോലും ഉമ്മ സ്കൂളിൽ പോയി ചോദിക്കുന്ന കൂട്ടത്തില്ല. ഉമ്മ പോയി ചോദിച്ചു, അത് ഇതാക്കി. അപ്പം മാം പറഞ്ഞു മാം എല്ലാവരോടും അങ്ങനെയാണ് എന്നുള്ള രീതിക്കാണ് മാം സംസാരിച്ചത്. പഠിക്കുന്ന കുട്ടികളോടായാലും പഠിക്കാത്ത കുട്ടികളോടായാലും ഒക്കെ അങ്ങനെയാണ് എന്നുള്ള രീതിക്ക്. എല്ലാവർക്കും ഒരുപോലെ അത് ബെയറിങ് കപ്പാസിറ്റി എല്ലാവർക്കും സെയിം ആയിരിക്കില്ലല്ലോ. ഇത് കഴിഞ്ഞിട്ട് ഇവനോട് പറഞ്ഞല്ലോ ഇവൻക്ക് ലൈക്ക് ഓൻക്കെന്തോ ദർ സംതിങ് റോങ് വിത്ത് ഹിം, അതായത് മെന്റലി ഓൻക്കെന്തോ റോങ് ഉള്ള പോലെ അങ്ങനെ ആൾക്കാർ മുന്നിൽ വെച്ച് മാം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവൻക്ക് മെന്റലി എന്തോ പ്രശ്നമുണ്ട്. അത് കുട്ടി എല്ലാവരോടും ചിരിക്കും, നന്നായി സ്മൈൽ ചെയ്യും. അപ്പൊ അതിന് അവര് പറയുന്നത് അതെന്തോ ഒരു ഇവനെ കലമ്പിയാൽ പരിചയമുള്ള ആരോട് ചോദിച്ചു കഴിഞ്ഞാൽ അത് മനസ്സിലാവും. ഇവനെ വഴക്ക് പറഞ്ഞാൽ ഇവനൊന്നും പറയാറില്ല. അതിനൊക്കെ മാം പറഞ്ഞോളൂ ഇവനെ ലുക്ക് അറ്റ് ജഫാക്കഷ് ദർ സംതിങ് റോങ് വിത്ത് ഹിം, അതായത് ആര് വഴക്ക് പറഞ്ഞാലും ആര് പറഞ്ഞാലും മാം എപ്പോഴും അങ്ങനെ ഒരാള് ക്രൂഷ്യൽ പോയിന്റിലേക്ക് എത്തിക്കുമ്പോൾ അവന് അതിൽ നിന്ന് മൈൻഡ് ലൂസ് ഔട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം ആ ഒരു ഇതിലേ അവനോട് നിൽക്കാൻ പറഞ്ഞിട്ടുള്ളൂ ഞാൻ. അല്ലാണ്ട് ഇവനക്ക് വീട്ടിൽ നിന്നൊന്നും ഒരു രീതിയിൽ ഇവർക്ക് രണ്ടാക്കി ഇവന് സ്കൂളിൽ പോയാലും പ്രശ്നമില്ല. ഇവര് രാവിലെ എണീച്ചിട്ട് ഇവൻ സ്കൂളിൽ പോണ്ടെന്ന് പറഞ്ഞാൽ ഉമ്മ വിൽബിലേക്ക് ഓക്കെ പോണ്ട, ആ രീതിക്കായിരുന്നു ഇവന്. നമ്മളോടായിട്ട് അവനൊന്നും പറഞ്ഞിട്ടില്ല. കാരണം ഇടയ്ക്കിടയ്ക്ക് ഈ ഉദയമേം വഴക്ക് പറയുന്നതിന് അവൻ എപ്പോഴും പറയും. അത് അവന് വലിയ ഇഷ്യൂ. അവനത് ടെൻസ്ഡ് അല്ല, പക്ഷെ അവൻ എപ്പോഴും ഇഷ്ടമല്ല, പേടിയല്ലായിരുന്നു അവനക്കൊരു കൈൻഡ് ഓഫ് ഒരാളോട് വെറുപ്പ് തോന്നൂലേ, അതായിരുന്നു അവനക്ക്. കാരണം ആ ലേഡി എത്രയോ വർഷങ്ങളായിട്ട് അങ്ങനെ, കാരണം ചെറുപ്പത്തിൽ തൊട്ടിട്ട് അവനൊരു ഫസ്റ്റ് സ്റ്റാൻഡേർഡ് തൊട്ടിട്ട് അമ്മ അവിടെ പ്രിൻസിപ്പളാണ്. മോള് 10th ആ സമയത്തേ ഉണ്ട്. അപ്പം തൊട്ടേ ആ മാമിനോട് അവന് ഒരിക്കൽ പിന്നെ September 5th നമ്മളെ ടീച്ചേഴ്സ് ഡേ ഇല്ലേ, അതിനൊരു ടീച്ചേഴ്സിന് ഗിഫ്റ്റ് കൊടുക്കാൻ പറഞ്ഞപ്പോൾ വീഡിയോസ് ഉണ്ടാക്കാൻ പറഞ്ഞു. അപ്പം പോലും അവൻ ഉണ്ടാക്കിയ എന്താണെന്നറിയോ, ആ മാം ഒച്ചയാക്കുന്ന ഷൗട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ഒരു കോമിക് പോലെ ഉണ്ടാക്കിയിട്ടാണ് അവൻ ആ ടീച്ചേഴ്സിന് ഡെഡിക്കേറ്റ് ചെയ്തത്. കാരണം അത്ര പോലും അവനത് ഒരു ഇതായിരുന്നു, ഇറിറ്റേഷൻ ആയിരുന്നു അവൻ്റെ ലൈഫിൽ. പ്രിൻസിപ്പൾ ഫുള്ളി കംപ്ലീറ്റ്ലി മാത്സ് പഠിപ്പിച്ചോണ്ടിരിക്കുന്നുണ്ടായിട്ടില്ല. മാമിന് ഫ്രീ ടൈം കിട്ടുമ്പോ, കാരണം ഇത് IGCSE സ്കൂളാണ്. അതായത് 10th എക്സാംസ് O level എക്സാം. എന്നിട്ട് പോലും നമ്മൾ സാധാ സ്കൂൾ പോലെയല്ല ഇത്. ഒരു ക്ലാസ്സിൽ 8 or 10 സ്റ്റുഡൻസ്, നമ്മൾ കൊടുക്കുന്ന ഫീസ് എത്ര, എന്നിട്ട് പോലും അവർ IGCSEക്ക് അവരെ സ്കൂളിൽ ഒരു നല്ല മാത്സ് ടീച്ചറെ വെച്ചിട്ടില്ല. എന്നിട്ടാണ് തൽക്കാലം 9th 10th ഇവർക്ക് ബോർഡ് എക്സാമാണ് ഒറ്റ ഇത്. അപ്പം 9th അവൻ 8th കഴിഞ്ഞപ്പം തന്നെ അവൻ ഇങ്ങനെ സ്കൂൾ കുറച്ച് ഡൗൺ ആയതുകൊണ്ട് അവൻ പറഞ്ഞിരുന്നു എനിക്ക് സ്കൂൾ വേണ്ട, ഈ സ്കൂൾ വേണ്ട. എന്നിട്ട് നമ്മൾ പിന്നെ CBSEയിൽ വേണോ എന്തൊക്കെ ഓരോ സ്കൂൾ കാണിച്ചു കൊടുത്തു. അവന് ഇഷ്ടമായത് എക്സൽ സ്കൂൾ മാഹി, അവിടേക്ക് കേരള സിലബസ് ആണ്. അവിടത്തേക്ക് അവന് നമ്മൾ TC വാങ്ങി മാറ്റി ചേർത്തിരുന്നു. അപ്പം പിന്നെ അതെ, അവിടെ അവന് ഫ്രണ്ട്സ് അവനോട് മിങ്കിൾ ചെയ്യുന്നില്ല. പിന്നെ ഒരു IGCSE അല്ലേ, വലിയൊരു സ്കൂളിൽ നിന്ന് വന്ന കുട്ടി, അതൊക്കെ ആയതുകൊണ്ട് അവന് ആരും ഫ്രണ്ട്സ് സർക്കിളിലേക്ക് കൂട്ടുന്നില്ല. അവൻ പറഞ്ഞു ഞാൻ എപ്പോഴും തനിച്ച്,
ആ ഒരു ലെവൽ. അപ്പം അത് അവിടെ തെറ്റില്ല. അവൻ പറഞ്ഞു ഒരു ദിവസം രാവിലെ എന്നോട് പോകുമ്പോൾ പറഞ്ഞു ഇന്ന് വൈകുന്നേരം വരെ ഞാൻ എക്സലിൽ പോവും, നാളെ എന്നെ ജമ്മിലേക്ക് എന്നെ മാറ്റി ചേർക്കണം, എനിക്ക് ജമ്മേ ശരിയാവൂ എന്നുള്ളത്. ഫസ്റ്റ് LKG തൊട്ടിട്ട് അവിടെ ഫ്രണ്ട്സും അവന്റെ ക്ലാസ്സിലുള്ള എല്ലാരും ഇവരെല്ലാരും LKG തൊട്ട് ഒരുമിച്ച് പഠിച്ച് വന്ന ഒന്നിച്ചുള്ള കുട്ടികളാണ്. അപ്പൊ അത്രയും അവര് മൈൻഡ് കൊണ്ട് അത്രയും ഇതുള്ളതാണ്.